ചെറുപ്പുഴ മെഡിക്കൽ കോളേജ് വീൽ ചെയറിന് ഭയങ്കര ക്ഷാമമാണ് അല്ലേ? ഒരു രോഗി വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിന് ക്ഷാമമാണ്. കൊണ്ടാക്കാനുള്ള. ഇപ്പൊ ചേച്ചിയുടെ ഇവിടെ ഒരു വീൽ ചെയർ അല്ലേ ഉള്ള ആ കൂടി നമുക്ക് ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പുറത്തേക്ക് കൊടുത്തേക്കാണ് ഒരെണ്ണം. അതിലാണ് എല്ലാരെയും കൊണ്ടുവരുകയും ചെയ്യുന്നത്. ഞാനിപ്പോഴേ ഒരു രോഗിയായിട്ട് വന്ന് രാവിലെ 5 മണിക്കൂടെ വന്നതാ. ഒരു വീൽ ചെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ത്യാഗം ചെയ്തോണ്ടിരിക്കുക. രാജ്മോഹൻ സാറിനെ കണ്ടു. സാറ് പറഞ്ഞു നിങ്ങളെ പോലെ വരുന്നവർ ഈ വീൽ ചെയറുമായിട്ട് പോയി വീൽ ചെയറുമായിട്ട് വരണോ? തിരിച്ചു തന്നാൽ മാത്രമല്ലേ ഞങ്ങൾക്ക് അടുത്ത പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല. അതായത് ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വീൽ ചെയർ സൗകര്യം വളരെ കുറവാണ്. ഞങ്ങൾക്ക് ഒരു വീൽ ചെയർ സ്റ്റാഫും കുറവാണ്. അവിടെ കൊണ്ട് ഒന്ന് എക്സ്റേ എടുക്കണമെന്നുള്ളൂ. അത് ആ ചേച്ചി കൊണ്ടുവിടും. ആ ചേച്ചി കൊണ്ടുപോയി ഞങ്ങൾ കാല് പിടിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ മെഡിക്കൽ കോളേജിന്റെ അവരുടെ കുറ്റമല്ലെന്ന്. അവരുടെ കുറ്റമല്ല. ഞാൻ ഈ പറഞ്ഞ ചേച്ചി ഇപ്പോൾ പറഞ്ഞത് എന്താ, ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വീൽ ചെയർ ഇല്ല, പല ബുദ്ധിമുട്ട്, സ്റ്റാഫിന് എണ്ണം കുറവുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാനിത് ഈ വീഡിയോ ചേച്ചിയുടെ സമ്മതത്തോടെ എടുക്കുവാണ് കേട്ടോ. എന്റെ സമ്മതം മാത്രം പോരാ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ കുറെ പേരുണ്ട്. അവരോടെല്ലാം സമ്മതം ചോദിക്കും. എന്തെങ്കിലും മേടിച്ചു ആധാർ വല്ലതും മേടിച്ച് വേണ്ട മൊബൈൽ. നമ്മളങ്ങനെ ആധാർ കാർഡ് കൊടുത്തിട്ട് നമ്മൾ വീൽ ചെയർ താൽക്കാലികമായിട്ട് വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലെ ഒരു രോഗി, അതായത് എൻ്റെ ഉമ്മയുമായിട്ട് ഞാൻ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേയുടെ ആവശ്യത്തിന് ആളിനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒട്ടും നടക്കാത്ത ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. ആ സമയത്ത് നമ്മൾ എക്സ്റേക്ക് വേണ്ടിയിട്ട് പോകാനാണ് കുറേ സമയം അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ചതിനൊടുവിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ സൈഡിൽ നിന്ന് ഒരു ചേച്ചി പറഞ്ഞു ഇതണക്ക് വീൽ ചെയർ ഉണ്ട്, കുറച്ച് സമയം എടുക്കും, വീൽ ചെയർ ഇവിടെ കുറവാണ്, ഒന്നിലധികം വീൽ ചെയർ ഇവിടെ ഇല്ല, ഒരു വീൽ ചെയറേ ഉള്ളൂ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാത്തു നിന്ന് വീൽ ചെയർ കിട്ടി. അതിനുശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത്. കാരണം വീൽ ചെയറും മറ്റു കാര്യങ്ങളും ഒക്കെ ഏതെങ്കിലും സംഘടനകളോ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെഡിക്കൽ കോളേജിനോട് കൊടുക്കണം. നമ്മുടെ ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ ഗവൺമെൻറ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെ മെച്ചപ്പെടുത്തണം. നമ്മുടെ ഹോസ്പിറ്റലുമായി കുറേ ദിവസം മെഡിക്കൽ കോളേജിൽ നിൽക്കാൻ കാരണമായതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടുത്തെ ബാത്റൂമുകളിൽ ബക്കറ്റില്ല, പൈപ്പുകളെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. ഓരോ രോഗിയുടെ കൂടെയും ഒരു ആളാണ് കൂട്ടിരിപ്പുകാരായിട്ട് വരുന്നത്. അതിനു പുറമെ ഒരാൾ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരാളും കൂടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് അകത്തിരിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല. അവർ പുറത്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നു. അവർക്ക് ഉറങ്ങാനും മറ്റും ഒരു സൗകര്യം അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലുള്ള സൗകര്യം അവിടെ ഇല്ല. മിക്കപ്പോഴും കൊതുകിൻ്റെ വലിയ ബുദ്ധിമുട്ട് രാത്രി കാലങ്ങളിൽ മെഡിക്കൽ കോളേജും പരിസരത്തും ഒരു പുകമയമാണ്. കാരണം ഒരുപാട് ആളുകൾ പുതപ്പ് മൂടി കൊതുക് തിരി കത്തിച്ച് വച്ച് കിടക്കുന്നൊരവസ്ഥയുണ്ട്. ആ ഒരു അന്തരീക്ഷം തന്നെ കൊതുകുതിരിയുടെ മണമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഓടകളൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്ന വേസ്റ്റ് കിടക്കുന്ന അതിൽ നിന്നുണ്ടാവുന്നതായിരിക്കും കൊതുകുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഡോക്ടർമാരൊക്കെ വളരെ സന്തോഷകരമായിട്ട് രോഗികളെ പരിചരിക്കുന്നുണ്ട്. ഇപ്പോഴും മാറ്റമില്ലാത്തത് ആ സെക്യൂരിറ്റികൾക്ക് മാത്രമാണ്. അവരുടെ ആ പഴയ ആ സ്വഭാവം വീണ്ടും അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടനാഴികളിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താനുള്ള അവരുടെ ആ സംസാരവും ശബ്ദവും ഒക്കെ എന്തോ അവരുടെ മാത്രം എന്ന ഒരു അവകാശം അവർക്കിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയില്ല, ചെറിയ ജോലിയായി പോയതുകൊണ്ടോ സെക്യൂരിറ്റി പണി ആയതുകൊണ്ടോ അതിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യുന്ന ജോലിയിൽ ഒരു സന്തോഷം കാണാൻ കഴിയാത്തൊരിടം അത് ഒരു സെക്യൂരിറ്റി പണിയിലാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർക്ക് മാത്രം. അതുപോലെ തന്നെ മറ്റ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരുപാട് പുതിയ ബ്ലോക്കുകളും നല്ല നിറത്തിലും ഭംഗിയിലുമായിട്ട് പുതിയ കെട്ടിടങ്ങളൊക്കെ പുതിയ അപ്ഡേഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വീൽ ചെയർ ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ്. രോഗികളുമായിട്ട് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല, ഇരിപ്പിടങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വേദനയും പ്രയാസങ്ങളും ഒക്കെയുള്ള കൂട്ടിരിപ്പുകാരും കൂടെ രോഗിയും കൊണ്ട് വരുന്നവർ വല്ലാത്ത രോഗികളാവുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ. ആ ഒരു അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങും എല്ലായിടവും ഒരുപാട് നല്ല പ്രവർത്തികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ആ കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൂടെ പരിഗണിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സ്റ്റാഫില്ല എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ആ വീഡിയോയിലൂടെ കേട്ടതാണ്. അങ്ങനെ രോഗികളെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന, രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീൽ ചെയറും മറ്റും ഉരുട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ വരുമ്പം അവർക്ക് ഈ വീൽ ചെയറും മറ്റു കാര്യങ്ങളൊന്നും ഉരുട്ടാനുള്ള ഒരു സാഹചര്യം അവർക്ക് അറിയില്ല. അപ്പം അതൊക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാരെയും കൂടെ നിയമിക്കണമെന്ന്
വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.